CPM ഇന്ത്യയിൽ വളരാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നായിട്ട് പറയപ്പെടുന്നത് ഇന്ത്യയുടെ തനതായ കൾച്ചറിനെയോ അതിന്റെ ജാതി വ്യവസ്ഥ എന്ന റിയാലിറ്റി ഒന്നും CPM ഉൾക്കൊള്ളാനോ അഡാപ്റ്റ് ചെയ്യാനോ പറ്റാത്തത് കൊണ്ടാണ് CPM വളരാതിരിക്കുന്നതെന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഒരു റിയാലിറ്റി. മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ആയിരിക്കും, ഇവിടെ നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് ഒരു മോശം കാര്യമാണെന്നാണോ ഇപ്പൊ പറഞ്ഞത്? അല്ല, അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് അധികാരത്തിൽ വരും. ഇപ്പം ലിബറൽ ഡെമോക്രസി ആയിട്ടാണല്ലോ അവർ ഞാൻ പറയുന്നത് സാമൂഹ്യ വിപ്ലവം ഒന്നും അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. അപ്പം നമ്മളാകെ പറയുന്നത് ഇപ്പോൾ 90s 80s ഒക്കെ ആയപ്പോൾ അത് വളരെ എവിഡൻ്റായി ദാറ്റ് സാമൂഹ്യ വിപ്ലവം ഇതിലോട്ട് നടത്താൻ പറ്റാത്തത് ഇന്ന കാരണങ്ങളുണ്ട്. അപ്പോൾ പക്ഷേ 1980s ഒക്കെ ആയപ്പോഴേക്കും വേറെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീകളെ ഈ സവർണ ഒരു പാരമ്പര്യത്തെയും സംസ്കാരത്തെയുമാണ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് അതിൻ്റെ ഒരു ലേറ്റർ പീരീഡിൽ സ്വാംശീകരിച്ച് അതിൻ്റെ ഭാഗങ്ങൾ എല്ലാം അതുപോലെയല്ല. പക്ഷെ അതിൽ നിന്ന് എടുക്കാവുന്ന കുറേ കാര്യങ്ങളാണ് അവർ എടുക്കുന്നതും തുടരുന്നതും ഒക്കെ. അല്ലെങ്കിൽ പിന്നെ ഈ വിപ്ലവ തിരുവാതിരയൊക്കെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? കേരളത്തിൽ ഈ വിപ്ലവ തിരുവാതിരയൊക്കെ ഐ മീൻ വാട്ട് ഇസ് ഇറ്റ്? അതിൽ ഈ നേതാക്കളിൽ പലരും സവർണജാതിയിൽപ്പെട്ടവരായിരുന്നു എന്നുള്ള ഒരു അത് പലരും അല്ല, അങ്ങനെ ഒരു അതിലൊരു റോള് വഹിക്കാനുണ്ട്. ഉണ്ടാവും തീർച്ചയായിട്ടും. നേതാക്കൾ പലരും എന്നല്ല, നേതാക്കൾ ബഹുഭൂരിപക്ഷം എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഈ ജാതിവിരുദ്ധ ഒരുപാട് ട്രെൻഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പലതും കമ്മ്യൂണിസ്റ്റുകാരോട് വളരെ അടുത്ത് നിന്നതാണ്. ഇപ്പോൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പോലെയുള്ള ഒരാൾ, അദ്ദേഹം ഈ പരശുരാമനെ പറ്റി പവർഫുള്ളായിട്ട് അദ്ദേഹം ജാതിവിരുദ്ധ നിലപാടുകൾ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ധാരകളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്ന് സംഗമിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരം ധാരകളെ അല്ല പിന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. കേരള സമൂഹം അവയെ സ്വീകരിക്കാത്തത് കൊണ്ടുകൂടി ആയിക്കൂടി ഈ ഒരു ചേഞ്ച്. അല്ല, കേരള സമൂഹം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് കേരള സമൂഹത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മറക്കരുത്. ഇന്നിപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കുറച്ച് നമ്മൾ ഈ എന്തോന്നാ ഓരോന്ന് കാണുന്നില്ലേ, സോഷ്യൽ മീഡിയ കാണുന്ന കുറേ പേരാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരു കാലത്ത് അങ്ങനെയല്ല. എല്ലാ ലെവലിലും അങ്ങേയറ്റം സ്വാധീനം ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണിത്. വളരെ വളരെ ഏറ്റവും അങ്ങേയറ്റത്തെ നാട്ടുമ്പുറങ്ങളിലും എല്ലായിടത്തും എല്ലായിടത്തും ഒരുപോലെ ഉണ്ട്. ഇപ്പം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ചില ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ ഈ എന്താ പറയുക, കർഷക തൊഴിലാളി സമരങ്ങൾ പോലും 80കളിലൊക്കെ നടക്കുകയാണ്. കർഷക തൊഴിലാളി സമരങ്ങൾ പോലും അതായത് ഈ ലോലാൻഡ് ഏരിയസിൽ ആലപ്പുഴ ഭാഗത്തൊക്കെ 1950s 60s നടന്ന സമരങ്ങൾ പോലും ഈ ഹൈലാൻഡ് ഏരിയസിൽ ചില സ്ഥലങ്ങളിലൊക്കെ 90കളിലാണ് നടക്കുന്നത്. അതേ അവകാശങ്ങൾക്ക് വേണ്ടി. അപ്പം എനിക്ക് തന്നെ വിശ്വസിക്കാൻ നമുക്ക് തന്നെ, ഞാൻ ഇത്രയൊക്കെ ഈ ഡൈവേഴ്സിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് പോലും വിശ്വസിക്കാൻ വയ്യ. ഡബിൾ ചെക്ക് ചെയ്ത് 3-4 തവണ ശരിയാണ് ഈ സമരം 94-ലാണോ അതോ 64-ലാണോ, മാറിപ്പോയതാണോ, ഡിജിറ്റ് മാറിപ്പോയതാണോ? അല്ല, 94-ലൊക്കെ ജന്മികൾക്കെതിരെ സമരം ചെയ്തതിൻ്റെ ഹിസ്റ്ററി. അപ്പം അത്രയും പതുക്കെ പക്ഷേ പതുക്കെയാണെങ്കിലും പല സ്ഥലത്തും ഇത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ സ്ത്രീകളെ കാണുന്ന രീതി. ഇതൊക്കെ 80s ഒക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ ഡൽഹിയിലൊക്കെ ജന്മാതി മഹിളാ സമിതി, കേരളത്തിൽ ദേവയാറിൻ്റെ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് ദേ കുഡ് ഹാവ് ഡൺ ഇറ്റ്. ബംഗാളിൽ ദേവയാറിൻ്റെ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് ദേ കുഡ് ഹാവ് ഡൺ ഇറ്റ്. ഹെജമണി എന്ന് പറയില്ലേ, ആ ഹെജമണി ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ നാഷണൽ പോപ്പുലർ എന്ന് പറയുന്ന ഐഡിയ, നമ്മുടെ പൊതുജനം എന്നുള്ള ഐഡിയ, ആ ഐഡിയ ഏറ്റവും അധികം ഷേപ്പ് ചെയ്തിരുന്ന ശക്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അതിനുള്ള ആഗോള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പോലെ സ്ത്രീകളെ കൂടുതൽ അവരുടെ അണികളിലേക്ക് കൊണ്ടുവരിക, ഈ പറയുന്ന പോലെ കീഴ്ജാതിക്കാരായ നേതാക്കന്മാരെ മുകളിലേക്ക് ഉയർത്തുക. സോ ഡെമോക്രറ്റൈസേഷൻ എന്ന് പറയുന്നത് അതിന് പകരം ഈ പറഞ്ഞ പോലെ അവരുടെ വളരെ പഴയ സ്റ്റാലിനിസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് അവരതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നത്. രണ്ട് കാര്യങ്ങൾ, സ്ത്രീകളെ കൂടുതലായി കൊണ്ടുവരിക, അല്ലെങ്കിൽ ലോവർ കാസ്റ്റിലുള്ളവർ മുകളിലേക്ക് വരിക. ഇത് രണ്ടും ഇന്ന് നമ്മൾ CPM-ലേക്ക് നോക്കിയാൽ കാണുന്ന ഒരു പ്രോസസ്സാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നുന്നില്ല. ഈ നേതൃത്വത്തിൽ എത്ര പേരുണ്ട്? ഇപ്പോഴും ഉന്നത നേതൃത്വത്തിൽ നിങ്ങൾ ശൈലജ ടീച്ചർ ഇല്ല. ഓൾ സെഡ് ആൻഡ് ഡൺ ഷീ വാസ് മേഡ് ടു സിറ്റ്. വാ തുറക്കാൻ പറ്റാത്ത ഒരു പൊസിഷനിലാണ് അവരെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ഷീ ഹാഡ് എ റെക്കോർഡ് മെജോറിറ്റി. അവർ 2022 ഇലക്ഷനിൽ റെക്കോർഡ് മെജോറിറ്റിയോടെ അവർ ജയിച്ചിട്ടും
അവർക്ക് കൊടുത്തിരിക്കുന്നത് ഒരു വിസിബിലിറ്റി ഇല്ലാത്ത ഒരു ഇടമാണ്. പിന്നെ ശരിയാണ്, ഇപ്പോൾ ലോക്കൽ കമ്മിറ്റിയിലൊക്കെ ഇപ്പോൾ കുറേ ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകൾ വാട്ട് ഡസ് ഇറ്റ് മീൻ എനി മോർ? ഇറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ്. അവർക്ക് എന്ത് അധികാരം അവിടെ ഉള്ളത്? പിന്നെ ശരിയാണ്, പക്ഷെ എനിക്കൊന്ന് ഈ ലോവർ കാസ്റ്റിന്റെ കാര്യത്തിൽ അത് അത്ര ശരിയല്ല. കാരണം CPM-ന്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളതിൽ 2 പേര് പിന്നോക്ക സമുദായത്തിൽ നിന്ന് വന്നവരാണ്. ഇപ്പോഴത്തെയും മുൻപ് VS ആണെങ്കിൽ പാർട്ടി സെക്രട്ടറിയും അതേപോലെ തന്നെയാണ്. അല്ല, അത് ഗൗരിയമ്മ ഉണ്ടായിട്ടില്ല. പോയിന്റ് ഞാൻ അല്ല ലോ കാസ്റ്റിൻ്റെ കാര്യത്തിൽ. എന്നാലും അഗെയിൻ കേരളത്തിലെ OBC ഈഴവ OBC ഈസ് എ പവർഫുൾ കാസ്റ്റ്. ഇറ്റ് ഇസ് നോട്ട് നിങ്ങൾക്ക് ദലിതരുടെ കാര്യം ഒട്ടും പറയാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന പോലെ ദലിതർ മാത്രമല്ല, ഈ ദലിതരാണ് CPM-ന്റെ സപ്പോർട്ട് ബേസിലെ വലിയൊരു ശതമാനം. നിങ്ങൾ അങ്ങനെ നോക്കണം, അല്ലാതെ 1-2 ടോക്കണായിട്ട് 2 പേരുണ്ടോ എന്നുള്ളതല്ല. ഒരു സപ്പോർട്ട് ബേസിൻ്റെ ബഹുഭൂരിപക്ഷം ആരാണ് നോക്കണം. ആ സപ്പോർട്ട് ബേസിൻ്റെ തക്കതായ രീതിയിലുള്ള ഒരു, ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറഞ്ഞില്ലേ, സ്ത്രീകൾ ഇപ്പം 1990s കമ്പയർ ചെയ്താൽ സ്ത്രീകളുടെ എണ്ണം മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇവരുടെ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിലായാലും പിന്നെ ഈ പറഞ്ഞ പോലെ കുടുംബശ്രീയൊക്കെ വഴി ഇൻഫോർമലായിട്ട് ഈ പാർട്ടിയെ താങ്ങി നിർത്തുന്ന വിഭാഗത്തിൽ സ്ത്രീകളുടെ എണ്ണം അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല അതൊരു തരം റിഫോമിസ്റ്റ് അത് നടക്കുന്ന ആ ആനോളജി തന്നെ തെറ്റാണ്. ആ ആനോളജി തെറ്റാണ്. മനുഷ്യർ നടക്കുന്ന പോലെയല്ല പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. ഈ മനുഷ്യർ നടക്കുന്ന പോലെ ഒരു ചുവട് വെച്ചു അടുത്ത ചുവട് വെച്ചു അങ്ങനെയൊന്നുമല്ല. ഇത്രയധികം ഡ്രാസ്റ്റിക് അല്ല, ഇത്രയധികം ഇൻഡിവിജ്വേറ്റഡ് ആയിട്ടുള്ള, അത് ഡ്രാസ്റ്റിക് ഒന്നും ആവണ്ട, ഇത്രയധികം ഇൻഡിവിജ്വേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ, ഇത്രയധികം കമ്മിറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ, ഇത്രയധികം ഈ ഇൻഫാക്ട് തലകുത്തി കിടന്ന് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന എത്രയോ സ്ത്രീകളെ എനിക്കറിയാം. അവരെ അങ്ങോട്ട് കയറ്റണം, അവരെ മുകളിലോട്ട് കയറ്റി തന്നെ വേണം. അതിന് പകരം എനിക്ക് ഇഫ് ഐ ഷെയർ മൈ സ്റ്റോറീസ് വിത്ത് യു വിൽ ബി ഷോക്ക്ഡ്. പഞ്ചായത്ത് ലെവലിലൊക്കെ ഈ വനിതാ പ്രവർത്തകർ മെമ്പർമാരിലെ സ്ത്രീകൾ ഓടുന്ന ഓട്ടം, ഇറ്റ്സ് അൺബിലീവബിൾ ആൻഡ് ഇറ്റ്സ് അൺഫെയർ. അതേസമയം ഇപ്പം ഈ പറഞ്ഞ പോലെ നേതൃത്വത്തിനോട് ഒട്ടി നിൽക്കുന്ന ചില, പിന്നെ ഈ പോയിന്റ് എങ്ങനെയാണ് നിങ്ങൾ പാർട്ടിക്കകത്ത് ഉയരുന്നത് എന്നുള്ളതാണ്. ഡു യു റൈസ് ത്രൂ യുവർ വർക്ക് ഓർ ഡു യു റൈസ് ബിക്കോസ് യു ആർ ഓൺ ഗുഡ് ടേംസ് വിത്ത് സം ലീഡർ ഓർ ദി അതർ? സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ. അത് ആണുങ്ങൾക്കും ബാധകമായൊരു കാര്യമാണ്. പെണ്ണുങ്ങൾക്ക് സ്ത്രീകളുടെ കാര്യത്തിലും അങ്ങനെയാണ്. നിങ്ങൾ മറുപക്ഷത്തേക്ക് കൂടി ഒന്ന് നോക്കി നമ്മളെപ്പോഴും ഇടതുപക്ഷത്തെ ലെൻസ് വെച്ചിട്ട് എപ്പോഴും അനലൈസ് ചെയ്യാം. അല്ല അതുകൊണ്ട് കാരണം മറുപക്ഷം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും they have never been committed to any kind of എന്താ പറയുക ജെൻഡർ ഇക്വാളിറ്റി. they are extreme conservatives. You can only fight them. You can't go and tell them. ഞാൻ കാണും BJP-ക്കാരോട് നിങ്ങൾ കുറേ പെണ്ണുങ്ങളെ പ്രൊമോട്ട് ചെയ്താൽ പറയുന്ന പ്രശ്നമില്ല. BJP-യെ വേണം, അത് ആണായാലും പെണ്ണായാലും. ഇനി BJP 100% സ്ത്രീകൾക്ക് പിന്നെ ഇത് കൊടുക്കാം, റിസർവേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് BJP വേണ്ട. ഐം സോറി. കോൺഗ്രസ് ആണെങ്കിൽ ഐ വുഡ് ബി വെരി സസ്പെക്റ്റ്. കാരണം കോൺഗ്രസ്സിൽ സ്ത്രീകളെ കയറ്റിക്കൊണ്ട് വരേണ്ടതൊന്നുമല്ല പറയുന്നത്, അവർ കൊടുക്കണം, അതൊക്കെ അവരോട് ആവശ്യപ്പെടുന്നുമുണ്ട്, വേറെ കാര്യം. പക്ഷെ അവരാരും CPM പോലെ സ്ത്രീ ശാക്തീകരണത്തിനെ ഒരു അവരവരുടെ വലിയ മെച്ചമായിട്ട് അവർ പ്രോജക്റ്റ് ചെയ്തിട്ടില്ല. അവർ ലെസ് ആൻസറബിൾ ആണ്. CPM തന്നെയാണ് സ്ത്രീ ആഗോളതലത്തിൽ, കേരളത്തിലൊന്നുമല്ല, ലോകത്തെല്ലായിടത്തും ഞങ്ങളാണ് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണം ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്തതെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് നേടിയിട്ടുള്ള കൂട്ടർ CPM തന്നെയാണ്. സോ ദേ ഹാവ് ദ പ്രൈമറി കമ്മിറ്റ്മെൻറ്റ് ടു ആക്ച്വലി പ്രൊമോട്ട് കഴിവുള്ള സ്ത്രീകൾ. അവരുടെ ഉള്ളിൽ തന്നെ ഏറ്റവും കഴിവുള്ള സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യാൻ അവർക്ക് തന്നെ ഒരു ബാധ്യതയുണ്ട്. ദേവിയെ എപ്പോൾ നോക്കിയാലും ദേവിയെ എപ്പോഴും സ്റ്റേറ്റിനോട് കലഹിച്ചുകൊണ്ടിരിക്കും. ഒരു സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയായിട്ടൊക്കെ അവരുടെ പല നിലപാടുകളുമായിട്ടൊക്കെ യോജിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്നത് ഞാൻ അവരുടെ കൂടെ ഉള്ളപ്പോഴും വിശ്വസിക്കുന്നു പറയുന്നതാണോ അതിൻ്റെ ഒരു സ്ഥാനം? കലഹോ എപ്പോഴും കലഹിക്കുക എന്ന് പറയുന്ന ഒരു സാധനം സ്റ്റേറ്റിന്, അതെ, അധികാരികളോട് പിന്നെ കലഹിക്കാതെ പിന്നെ അവരെ കെട്ടിപ്പിടിക്കണം. ഞാൻ അല്ല ആരോട് കലഹിക്കും, ഞാൻ അധികാരികളോട് കലഹിച്ചിട്ടുണ്ട്, അത് ശരിയാ. അല്ലാത്ത ആരോടാ കലഹിച്ചിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയോട് കലഹിച്ചിട്ടൊന്നുമില്ല. അവരോട് വളരെ നല്ല രീതിയിൽ വിമർശിക്കുന്നത് കലഹമാണോടോ? ഇത് മണ്ടത്തരം. അത്
നിങ്ങൾ എന്നാൽ പിന്നെ നിങ്ങളൊക്കെ വേറെ എന്തോ ടൈപ്പ് ജീവിതം ആണ്, എനിക്കറിഞ്ഞൂടാ. ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് സ്നേഹമുള്ളൊരു തെറ്റ് കണ്ടാൽ അത് പറയും എന്നുള്ളത് തന്നെയാണ് എൻ്റെ. അത് കണ്ടില്ലെങ്കിൽ നിങ്ങളൊരു ഒരുത്തനൊരു കുഴിക്കകത്ത് വീഴാൻ പോകുന്നു, അയ്യോ കുഴിക്കകത്ത് വീഴാൻ പോകുന്നതെന്ന് വിളിച്ച് പറയുന്നത് കലഹം, അയ്യോ അത് കലഹം, നമ്മൾ പറയട്ടെ അവൻ കുഴിക്കകത്ത് വീഴട്ടെന്ന് വിചാരിക്കുന്നത് ശരിയാണ്. നമ്മൾ പറയട്ടെ ഇങ്ങനെ പോയാൽ നിങ്ങൾ ഇങ്ങനെ വീഴും എന്ന് പറയുന്നത് ഒരു കലഹമല്ല, മറിച്ചൊരു ഇതാ പറയും, നമ്മളൊരു കരുതലിൻ്റെ ഒരു ലക്ഷണമാണത്. ഇതേ കരുതൽ കൊണ്ടാണോ CPM-നെയും നിരന്തരമായി ഒരു സംശയമില്ല. കാരണം ഇന്ത്യയിൽ നമുക്ക് ഇടതുപക്ഷം എന്ന് പറയാൻ കുറച്ചല്ലേ ഉള്ളൂ. ഉള്ള ബംഗാളിൽ ഇത് ആരും മിണ്ടാതെ എല്ലാവരും കലഹിക്കാതെ സന്തോഷമായിട്ട് ജീവിച്ച് ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബംഗാളിൽ ആരും കലഹിച്ചിട്ടില്ല, എല്ലാവരും നല്ലപോലെ അതിൻ്റെ കിട്ടാവുന്ന ഗുണമൊക്കെ പോക്കറ്റിലിട്ട് ഇപ്പം ഗുണം കിട്ടാത്തതിൻ്റെ സങ്കടം അനുഭവിച്ച് അവിടെ ഇരിക്കുന്നു. നമുക്ക് ഗുണമൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ അത്യാവശ്യം കലഹിക്കേണ്ടതൊക്കെ കലഹിക്കും. അതങ്ങനെയാണ്. അത് CPM എന്നല്ല, ഇടതുപക്ഷം ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. പക്ഷേ അതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 2016 വരെയൊക്കെ നമുക്ക് കൂടെ വർക്ക് ചെയ്യാനും നല്ല ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബശ്രീയായിട്ടൊക്കെ ഒരുപാട് വർക്ക് ചെയ്യാൻ കുടുംബശ്രീയോട് ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വിമർശന അകലം പാലിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനൊരു സ്പേസ് ഉണ്ടായിരുന്നു. അത് ഈ പിണറായി ഭരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്തരം സ്പേസുകൾ പൂർണ്ണമായിട്ട് ഇല്ലാതായി എന്നുള്ളതാണ്.